കാരണം ഒരുപാട് കുട്ടികൾ വിഷമം പറയുന്ന പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ മാറ്റി ഇപ്പോഴും നടക്കുന്നുണ്ടോ ശരിക്കും? അല്ല, ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. കളറിൻ്റെ പേരിലും സൈസിൻ്റെ പേരിലും മാറ്റി നിർത്തപ്പെടുന്ന അല്ലെ പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അത് ഇല്ലയെന്ന് പറയുന്നില്ല. ഞാൻ പൊതുവെ നോക്കാറില്ല. അപ്പം എനിക്ക് എൻ്റെ കാര്യം തിരുത്താനല്ലേ പറ്റൂ. അല്ല എന്നിലൂടെ അല്ല എന്നെ കണ്ടു നിൽക്കുന്ന ആളുകളിലേക്ക് ഇതിലൊന്നും അല്ല കാര്യം, ടാലൻ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെയാണെന്നുള്ളതാണ് ഞാൻ പൊതുവെ പറയാറ്. പിന്നെ ഈ പറയുന്ന മേക്കപ്പ് ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഇപ്പം വെളുപ്പിക്കുക കറുപ്പിക്കുക ഇതൊന്നും വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ നൃത്തത്തിൽ മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ ഇപ്പം ഇപ്പം എൻ്റെ ഈ ഒരു സ്കിൻ ടോണുള്ളവരാണെങ്കിലും ആ നൃത്തത്തിന് നന്നായിട്ട് വെളുപ്പിച്ച മേക്കപ്പ് ഇടുന്നത്, അതെന്തുകൊണ്ട് അങ്ങനെ വെളുപ്പിച്ചാൽ മാത്രമാണോ നമുക്ക് നൃത്തം ചെയ്യാൻ പറ്റുക? അല്ല, ഞാൻ എൻ്റെ നാടോടി നൃത്തങ്ങളിലൊക്കെ ഞാൻ കറുപ്പിച്ചിട്ടും കളിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരവും ചില സമയത്ത് ആ മേക്കപ്പ് അണിയുന്ന കുട്ടിക്കോ അല്ലെ കുട്ടിയുടെ പാരൻറ്റിനോ ആ ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ വരൂലായിരിക്കും അല്ലേ, ഇത് കറുത്തിട്ടല്ലേ നിൽക്കുന്നതെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് വെളുത്തതാണ് ഭംഗി എന്നാണ് ഒട്ടുമുക്കാലും ആളുകളുടെയും ഒരു ചിന്ത. ഈ ചിന്താഗതി ഉള്ളിടത്തോളം കാലം വെളുപ്പിച്ച് സ്റ്റേജിലേക്ക് പ്രസൻറ്റ് ചെയ്യാനേ ആളുകൾ നോക്കത്തുള്ളൂ. അതായത് ആകാര വടിവ് ആകാര സുഷമ എന്ന് പറയുന്ന ഒരു മാർക്കിംഗ് പോയിന്റ് കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവ മാനുവലിലുണ്ട്. പക്ഷേ ഈ വെളുത്തതാണ് ഭംഗി എന്ന് അതിൽ എഴുതിയിട്ടില്ല. പക്ഷെ ആളുകളുടെ കണ്ണിൽ ഇപ്പോഴും വെളുത്തതാണ് ഭംഗി, മുഖം വെളുപ്പിച്ച് മാക്സിമം പ്രസന്റബിൾ ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്.